തുടങ്ങണല്ലേ? അല്ല ബിജേട്ടൻ തുടങ്ങിക്കോ. അല്ല നിങ്ങൾ തുടങ്ങിക്കോ. ഇതിപ്പോ ആര് തുടങ്ങിയാലും കുഴപ്പമില്ല, തുടങ്ങിക്കോ. അല്ല ഞാനൊരു കാര്യം പറയാ, ലേഡീസ് ഫസ്റ്റ് നിങ്ങൾ തുടങ്ങും. അപ്പൊ ബിജേട്ടൻ തുടങ്ങുന്ന നല്ല കേട്ടോ. അല്ല ഇന്ന് മെയിലാണ് ഫസ്റ്റ്, നിങ്ങൾ തുടങ്ങും. സുബി ഇറങ്ങും. മെയിൽ ആണുങ്ങളാണ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും തുടങ്ങണ്ട, ആശുപത്രി തുടങ്ങിക്കോ. എന്നെ ഈ 2 കാറ്റഗറിയിൽ പെടുത്തിട്ടില്ലേ? അതുകൊണ്ടല്ല, ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ ഞാൻ തന്നെ ബെസ്റ്റ്. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കൻ ജ്വല്ലറിയുടെ മറ്റൊരു രസകരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ടോ ഐശ്വര്യയിലെ ഇനിയിപ്പോ ഗസ്റ്റിന്റെ കാര്യം കൂടെ പറയുമ്പോൾ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഐശ്വര്യമുള്ള ഒരു അമ്മ തന്നെയാണ്. മലയാളത്തിലെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മുഖമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറിനെ പോലെയാണ് എല്ലാ മലയാളികൾക്കും. അതെ, ഏകദേശം എനിക്ക് തോന്നുന്നു KPSC നാടക വേദിയിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു, സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പോഴും ആ പേര് നമ്മുടെ ഈ പേരിലൂടെ ഉണ്ട്, ചേച്ചിയുടെ പേരിലൂടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. മനസ്സിലായി തീർച്ചയായിട്ടും. നമ്മുടെ സ്വന്തം KPSC ലളിത ചേച്ചി. കൈയിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കൈയിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. അപ്പോൾ ലളിതമ്മ വീണ്ടും സ്വാഗതം കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറിലേക്ക്. ഇതിനു മുമ്പ് ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ തുടങ്ങിയ ആ ഒരു സമയത്ത്. അന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ കുറഞ്ഞില്ലേ? ഓ കഷ്ടപ്പെട്ട് ഞാൻ പട്ടണി കിടക്കാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ, സന്തോഷമായി. ആരെങ്കിലും പറയുമെന്നായിട്ട് കുറെ എപ്പിസോഡ് കാത്തിരിക്കുന്നത്. അതേസമയം ഇവിടെ കുറച്ച് തടിച്ചു. ഞാൻ തടിച്ചു എന്താന്നറിയാൻ പാടില്ല. സന്തോഷം, മനസ്സിന് സന്തോഷം കൂടുന്നതനുസരിച്ച് അത് ശരീരത്തിൽ കാണുന്നത്. ഞാൻ കണ്ട നാള് തൊട്ട് ഇപ്പോഴും വരയ്ക്കും ഒരേ പുള്ളിരിക്കുന്ന ഒരാളുണ്ട്, പേര് പറയത്തില്ല, ചൂണ്ടിക്കാണിക്കാം. പറയൂ എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു, വെള്ളത്തിലെ ആമ്പല് പോലെ മുങ്ങിയും പൊങ്ങിയായിട്ട്. ഒരു വലിയ ഇതുമല്ല, എന്നാൽ തീരെ താഴോട്ടുമല്ല, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു ഭയങ്കര മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ആദ്യം KPSC ലളിത എന്നൊരു പേരോടുകൂടി കൊണ്ടുവന്നത് ഉദയ സ്റ്റുഡിയോ ആണ്. ഉദയയുടെ കൂട്ടുകുടുംബം സിനിമയാണ് ആദ്യം ഞാൻ സിനിമയിൽ കാല് വയ്ക്കുന്നത്. ഉദയയുടെ മണ്ണിലാണ് കാല് വയ്ക്കുന്നത്. അവിടുന്ന് ചാക്കോച്ചനാണ് എനിക്ക് KPSC ലളിത എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടത്. മഹേശ്വരി അമ്മ അല്ല, ലളിത വിളിപ്പേരായിരുന്നു ലളിത. മഹേശ്വരി അമ്മ എഴുത്തുകൂത്തിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ KPSC ലളിത എന്ന് ഞാനും സ്ക്രീനിൽ കണ്ടിട്ടാണ് അറിയുന്നത് എൻ്റെ പേര്. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു രണ്ടാമത്. അപ്പോൾ ഞാൻ ആ ഉദയയുടെ ഒരു ഐശ്വര്യവതിയായിട്ടാണ് അവർ കണക്കാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഷോട്ട് എൻ്റെ ആയിരുന്നു കൂട്ടുകുടുംബം സിനിമയുടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പടത്തിന് ആ വർഷം ഒരുപാട് അവാർഡുകളും ഒരുപാട് കളക്ട് ചെയ്ത പടമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉദയയുടെ എല്ലാ പടത്തിലും ഒരു ഷോട്ടെങ്കിലും എന്നെ വെച്ച് ആദ്യം ഷൂട്ട് ചെയ്യും. ഐശ്വര്യം കളയത്തില്ല. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ചാക്കോച്ചനോട് ഞാൻ ചോദിച്ചു, അന്ന് മുതലാളി എന്നാണ് വിളിക്കുന്നത്, എന്താണ് മുതലാളി എനിക്ക് ഇങ്ങനൊരു പേരിടാൻ കാരണം എന്ന് ചോദിച്ചു.
അത് എടി ഒരുപാട് ലളിതന്മാരുണ്ട് നമ്മുടെ സിനിമാ ഫീൽഡിൽ. അതുകൊണ്ട് ഇതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിനക്ക് KPSC ലളിത എന്ന് പേരിട്ടാന്ന് പറഞ്ഞു. ആ പേര് ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോൾ അവിടുന്ന് വളർന്ന് ചാക്കോച്ചൻ്റെ മകനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ചാക്കോച്ചൻ കുഞ്ചാക്കോ ബോബൻ. പുള്ളി ഇപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഉദയയുടെ പേരിൽ. അതിൽ ഞാൻ അഭിനയിക്കുന്നു. അതിനകത്തുണ്ട് ആ പടത്തിന്റെ ഷോർട്ട് ഫോമും KPSC എന്നാണ്. അതാണ് വേറൊരു വലിയൊരു കോയിൻസിഡൻസ് പറയുന്നത്. KPSC എന്നാണ് അതിന്റെ. അപ്പൊ എന്താ അതിന്റെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ പറയാൻ. കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ. കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ, ഇതാണ് പടത്തിന്റെ പേര്. അപ്പൊ ഈ പടത്തിന്റെ പേര് ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്തായാലും പറയും KPSC കണ്ടോ, KPSC കാണാൻ പോയോ, എങ്ങനെയുണ്ട്, അങ്ങനെ നമ്മൾ ചോദിക്കുള്ളൂ. അപ്പൊ എന്തായാലും അതാണ് രജിസ്റ്റർ ആവാൻ പോകുന്ന പേരിന് തന്നെ ഒരു വ്യത്യസ്തത ഉണ്ട്. അതെ അതെ. നമുക്കിപ്പം ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ ഇപ്പൊ വാൽക്കണ്ണാടി പോലെയുള്ള ചിത്രത്തിലൊക്കെ ഭയങ്കര കരയുന്ന അങ്ങനെയുള്ള സീനുകൾ ഒരുപാട് ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വാൽക്കണ്ണാടിയെ പറ്റി ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മണിയെ ഓർമ്മ വരും. അയ്യോ, മണി ഞാനുമായിട്ട് വാൽക്കണ്ണാടി മാത്രമല്ല, 1000-ലൊരുവൻ ഭയങ്കര നല്ല പടം. ഇപ്പോഴും എനിക്കതിങ്ങനെ ആലോചിക്കുമ്പോൾ ഉള്ളിലിങ്ങനെ ഒരു തേങ്ങല. ആ പടത്തിൻ്റെ കഥാപാത്രവും അതേമാതിരിയുള്ള ഒരു ഇതായിരുന്നു. അതെ, അതുപോലെ വാൽക്കണ്ണാടിയിൽ ചോറ് വാരി കൊടുക്കുന്ന അങ്ങനെയുള്ള കുറേ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇമോഷണൽ രംഗങ്ങൾ ചേച്ചി ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ കൂടെ ഒരു സീനിൽ നമുക്ക് കൂടെ ആളുണ്ട്. അങ്ങനെ ഇതൊരു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്ക് ഇത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു ഈ കരച്ചിലൊക്കെ? അത് നമ്മൾ ആ കഥാപാത്രം ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാതെ കരച്ചിൽ വരും. പക്ഷേ ഒരു 4-5 പ്രാവശ്യമൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോകും. അപ്പം കയ്യിൽ നിന്ന് പോകും. പിന്നെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ശാര ചേച്ചിക്ക്. ശാര ചേച്ചിക്ക് ഡബ് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം. ആഭിജാതി എന്ന് പറഞ്ഞ് ഒരു പടം വന്നിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും അത് TV യിലെങ്ങാനും വരുവാണെങ്കിൽ കാണണം കേട്ടോ. അയ്യോ ഭയങ്കര, അതാണ് ഞാൻ ആദ്യം ശാര ചേച്ചിക്ക് ഡബ് ചെയ്യുന്നത്. അതിനകത്തെ കരച്ചിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വല്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതിനുശേഷം ശാര ചേച്ചി എല്ലാ പടത്തിനും ചേച്ചി ഞാനും കൂടെ അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ പോലും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക്. അതൊരു വെറൈറ്റിയാണ്. രണ്ടുപേരും ഒരേപോലെ, ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിക്കുന്ന 2 കൂട്ടുകാരാണ്. അപ്പോൾ പിന്നെ ചേച്ചിക്ക് ഞാൻ ഡബ് ചെയ്യും, എൻ്റെ ഇത് ഞാനും പറയും. ഞാൻ പറയുന്നുണ്ട്. അത് 2 ദിവസം ഒറ്റ ടേക്കിൽ ഒരു ഇതിലുണ്ട്. അപ്പോൾ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം കൊടുക്കും. അങ്ങനെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റാണ് നിൽക്കുന്നത്. നാടകത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും രസകരമായ ഇൻസിഡന്റ്? അയ്യോ, നാടകത്തിന് സത്യം പറഞ്ഞാൽ KPSC പോയതിന് ശേഷം തമാശകളില്ലെന്ന് വേണം പറയാനായിട്ട്. ഞങ്ങൾ എന്താ വെച്ചാൽ 24 പേരാണ് ഒരു ട്രൂപ്പിലുള്ളത്. ആ 24 പേര് ഒരു വണ്ടിക്കകത്താണ് നമ്മളെ ജീവിതം. അങ്ങനെയൊക്കെ ഒരുപാട് തമാശ. അത് തന്നെ എന്നും നാടകമായിരിക്കും. നാടകം കളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൊണ്ടൊരു കൂട്ടാവും. എന്നിട്ട് പറയും പിന്നെ അടുത്ത വീടുള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ നേരം കിട്ടത്തില്ല, അടുത്ത വീട്ടിലുള്ളവർ അന്ന് പകൽ വീട്ടിൽ പോകും. എന്നിട്ട് വൈകുന്നേരത്തെ ബസ്സിൽ അവർ ആ നാടക സ്ഥലത്ത് എത്തിയേക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഭവാൻ ചേച്ചി അന്നൊരു ദിവസം നമ്മുടെ അടൂർ ഭവാൻ ചേച്ചി തിരുവല്ലയിൽ നമുക്ക് നാടകമാണ്. അപ്പോൾ ചേച്ചി അന്ന് അടൂരല്ലേ വീട്. അപ്പോൾ നമ്മൾ പറയും എന്ത് കൊണ്ടുവരും തിരിച്ചു വരുമ്പോൾ, നമ്മൾ ആണുങ്ങളോടൊന്നും പറയാതെ നിങ്ങൾ സമയത്തിന് വല്ല ഹെൽപ്പ് ചെയ്യണം വന്ന ഉടനെ. അപ്പോൾ പറഞ്ഞ് ചേമ്പ് പുഴുങ്ങിക്കൊണ്ട് അന്ന് വെട്ടിയേമ്പ് പുഴുങ്ങി മുളകൊക്കെ വറുത്ത് പുളിയൊക്കെ വെച്ച് അരച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എന്താ ടേസ്റ്റ് അതിന്. ഇത് കൊണ്ടുവരും. അന്ന് ഇതൊക്കെ കൊണ്ട് തന്ന് തീറ്റിയൊക്കെ കഴിച്ച് വെച്ച് നാടകം. അപ്പോൾ ഈ യുദ്ധകാണ്ഡ നാടകമാണ്. ഫസ്റ്റ് സീൻ കഴിഞ്ഞാൽ സെക്കൻഡ് സീനിന് ഒരു 3/4 മണിക്കൂർ പോകും. അപ്പോൾ ഇത് വന്ന ഉടനെ ഈ ചേച്ചി തന്നെ ആലുമൂടനൊക്കെ ഉണ്ട്. ചേച്ചി വന്ന ഉടനെ എന്താ വെച്ചാൽ ചേച്ചി ഭാരതമാതാവിൻ്റെ വേഷം. 5 മക്കളാണ് ഇവർക്ക്. 5 തരത്തിൽ പെട്ട 5 മക്കൾ. അങ്ങനെയാണ് ആ നാടകത്തിൻ്റെ പോക്ക്. വെള്ള സാരിയും വെള്ള ബ്ലൗസുമാണ്. ഇങ്ങനെ കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുള്ളൂ. ഈ ഒരു സീൻ കഴിഞ്ഞ ഉടനെ ചേച്ചി സാരി പതുക്കെ ഇങ്ങനെ അഴിച്ച് അവിടെ ഒരു ഭാഗത്ത് വെക്കും. വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഉണ്ട് 3/4 മണിക്കൂറുണ്ടല്ലോ. 3rd സീൻ തുടങ്ങുന്നത് ഒരു സോങ്ങാണ്. ആ പാട്ട് തീരാറാവുമ്പോഴത്തേക്കും ചേച്ചി കയറിയാൽ മതി. അപ്പോൾ എനിക്ക് പാട്ടിൽ താളം ഇടാൻ പോകണം. ഈ താളം ഞാൻ പകുതിയാക്കിയിട്ട് ചേച്ചിയെ വന്ന് വിളിക്കും. സീൻ തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ പോകും. അപ്പോൾ പാട്ട് തീരാറാകുമ്പോഴത്തേക്കും ചേച്ചി കയറി എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കത്തില്ല.
പൊക്കത്തിൽ താഴെയാണ് മേക്കപ്പ് ഇടുന്ന സ്ഥലം വെച്ചിരിക്കുന്നത്. ചേച്ചി കിടന്നുറങ്ങി. അന്ന് ഈ മേലെ നിന്ന് ചാടി ഇറങ്ങാൻ വയ്യ, ഞാൻ മറന്നുപോയി, ചേച്ചിയെ വിളിക്കാൻ മറന്നുപോയി അങ്ങോട്ട്. എൻ്റെ ദൈവമേ, പാട്ട് തീരാറായി. അപ്പോൾ ജോൺസൺ നമ്മുടെ ഹാർമോണിസ്റ്റ് ജോൺസ് അവിടെ നിന്ന് ചോദിച്ചു, ഭവാൻ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം അവിടെ ഇട്ട് വെച്ചു. ഞാൻ ഓട്ടി താഴെ ഇറങ്ങി വന്നു. പടപടപടാന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി സീൻ തീർന്നു പാട്ട് തീർന്നു അവിടെ എന്ന് പറഞ്ഞു. ഇത്രയുണ്ട് ചേച്ചിയുടെ കണ്ണ്. ആ കണ്ണൊക്കെ അങ്ങോട്ട് ഉരുട്ടിയിട്ട് എഴുന്നേറ്റ് ഒരു ഒറ്റ ഓട്ടം. അടിപ്പാവാടേയും ബ്ലൗസും മാത്രമേ ഭാരതമാതാവ്. അങ്ങ് സ്റ്റേജിലോട്ട് കയറി ഉടനെ തന്നെ സൈഡിൽ നിന്ന് ഒന്നാമത് ഉറക്കിപ്പിച്ചല്ലേ, ഒന്നും ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല. കയറി ഉടനെ തന്നെ സൈഡിൽ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതെന്താന്ന് വെച്ചാൽ പാവാടയും ബ്ലൗസും ഉള്ളതെന്നാണ് ഈ കാണിച്ചത്. അപ്പൊ ചേച്ചി എന്ത് ചെയ്തു, അയ്യോ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പാവാട എടുത്ത് അയ്യോ കർട്ടൻ ഇട്ടു. കർട്ടൻ ഇട്ടപ്പോഴത്തേ ഇവർക്ക് ബോധക്കേട്. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഭരതൻ സാറ്. എപ്പോഴാണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും നമ്മളിപ്പോൾ ഏത് പുതിയ സംവിധായകർ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏത് നാട്ടിലെ സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മൾ പറയും നമുക്ക് ഇതുപോലത്തെ ലെജൻഡറി സംവിധായകന്മാരൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതൊക്കെ സിനിമയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഇവരുടെ സിനിമകൾ കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ ചേച്ചിക്കാണ് അദ്ദേഹത്തിലുള്ള ഏറ്റവും കൂടുതൽ അവകാശം അധികാരം ഉണ്ടായിരുന്ന ആള്. അപ്പോൾ ഈ സംവിധാനത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായമൊക്കെ പറയാം, അങ്ങനത്തെ ഇൻവോൾവ്മെന്റ് ഒക്കെ നടത്താറുണ്ട്? ഒന്നുമില്ല, ഒന്നും പറയാൻ അങ്ങോട്ട് ഇല്ല, ഒന്നും പറയാൻ അടുപ്പിക്കത്തില്ല. അപ്പോൾ പറയുന്നത് പക്ഷേ ആരും ഇല്ലാത്തപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ മണിട്ട് അതിങ്ങനെയല്ല, അതിങ്ങനെ ചെയ്തു കൂടെ, അതിന് ഇങ്ങനെ ഒരു അർത്ഥമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, നമുക്ക് നോക്കാം എന്ന് പറയും. പക്ഷെ അത് അംഗീകരിച്ചിരിക്കും. അപ്പൊ തിരിച്ചിതുപോലെ അഭിനയത്തില് അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? പറയും, അത് പറയും. നമുക്ക് അങ്ങോട്ട് പറയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ മാതിരി ഒരു അവാർഡ് കിട്ടിയതെന്ന് വെച്ചാൽ അമരം സിനിമ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പ്രിവ്യൂ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ മോനും മോളും ചേട്ടനും ഇവർ 3 പേരും കൂടെ മേലെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ താഴെ അടുക്കളയിൽ പോയിട്ട് കുടിക്കാനെടുത്ത് സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഉണ്ട് കയറുമ്പോഴേ അകത്തുനിന്ന് ചോദിക്കുന്നു, നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. ചേട്ടൻ ചോദിച്ചു പിള്ളേരോട്. അപ്പം മോൻ പറയണം അവിടെ ഇരുന്നിട്ട്, എനിക്കെൻ്റെ അമ്മയാണ് ഏറ്റവും ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്, എനിക്ക് എൻ്റെ അമ്മയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ ആകെപ്പാടെ ഒരു വല്ലാത്ത ഇതാണ്. അപ്പം ഞാൻ ചെന്നെ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു, സിന്ധു പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ പടത്തിന് എനിക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടി. ഈ അടുത്തിടയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഞങ്ങൾ സ്ത്രീകളെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഒക്കെ വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്രതീക്ഷ കൈവിടണ്ട, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ഇലക്ഷന് നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഒരാഴ്ച കൊണ്ട് ഞാൻ അനുഭവിച്ച വിഷമം ഉണ്ടല്ലോ, അയ്യോ എനിക്ക് ഞാൻ എൻ്റെ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ടു. ഭയങ്കര അപ്പൊ എനിക്ക് തോന്നി എൻ്റെ ആരോഗ്യത്തിന് ഇപ്പൊ ഇത് ചേർന്നതല്ല. പക്ഷെ ഉണ്ടാവും, പ്രചരണത്തിനൊക്കെ കൂടെ ഉണ്ടാവും, ആ പാർട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, എന്നും ഉണ്ടാവും. ചേച്ചി KPSCയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു നാടകമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തു കഴിഞ്ഞാൽ ഒരുപാട് തമാശകൾ ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഭവാൻ ചേച്ചിയുടെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി അതുപോലെ എന്തെങ്കിലും ഒന്നും കൂടെ ഒരു കഥയും കൂടെ. ഈ യുദ്ധകാണ്ഡ നാടകത്തിനാണ് നമുക്ക് 4-5 പേര് പുതിയ ആൾക്കാർ വന്നിരുന്നത്. ഒന്ന് TG രവി, പൊൻകുന്നത്തുള്ളതാണ്. ഗാനപ്രവീണൊക്കെ പാസ്സായിട്ട് കേസ് ജോർജിന് പകരം കൊണ്ടുവരിക. പിന്നൊന്ന് ശ്രീലത, പിന്നെ ഒന്ന് ഫിലിപ്പ്. ഇവരെല്ലാവരും ഞാൻ പറഞ്ഞില്ല, അവരെല്ലാവരും വന്ന സമയമാണ്. അപ്പോൾ നാടകം നന്നായിട്ട് യുദ്ധകാണ്ഡ നാടകം നന്നായി പോകുന്നുണ്ട്. അതിനെ കളിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ സഖാവ് MM ഗോവിന്ദൻ നായർ സുഖമില്ലാതെ ട്രിവാൻഡ്രത്ത് ആശുപത്രി കിടക്കുക. അപ്പോൾ നമുക്ക് അവിടെ നാടകമാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്നപ്പോഴത്തേക്കും പോറ്റിസാർ വന്നേച്ചും പറഞ്ഞു, MM ചേട്ടനെ കാണാൻ പോകണം, അവിടെ കണ്ടിട്ട് വന്ന് നിങ്ങൾ നാടകത്തിന് പോയാൽ മതി, എല്ലാവരും റെഡിയാവും പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ വണ്ടിക്കകത്ത് കയറി നേരെ ആശുപത്രിയിൽ ചെന്നു. ആശുപത്രി ചെന്ന് ആ റൂമിനകത്തോട്ട് എല്ലാവരും കയറി ചെന്നപ്പോഴത്തെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ട്രിപ്പൊക്കെ ഇട്ട് കടത്തിയിരിക്കുക. അങ്ങനെ പറഞ്ഞു നമ്മുടെ പാട്ടുകാരൻ എന്ത് ചെയ്യുക, പുതിയ പാട്ടുകാരൻ പറഞ്ഞു അതാ ഇവിടെ ഉണ്ട്. അപ്പം ഭയങ്കര ഹൈറ്റൊക്കെ ഈ രവിക്ക്.
രവിയോട് പറഞ്ഞു താൻ ഇവിടോട്ടിരിക്കെ എന്ന് പറഞ്ഞാൽ കട്ടിലെ തന്നെ ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു താൻ KPSC-യിലൊക്കെ നന്നായി പാടുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു, എനിക്ക് കേൾക്കാൻ ഒരു പാട്ടങ്ങ് പാടിക്ക് ഇവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു. അപ്പം രവി ഇവിടെ ഇരുന്നിട്ട് അപ്പം അശ്വമേധം ഇറങ്ങിയ സമയമാണ് സിനിമ ഇറങ്ങി. അപ്പം അതിലെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. അപ്പം അതിലെ ഒരു പാട്ട് തന്നെ പുള്ളി വെച്ചങ്ങോട്ട് കാച്ചി. ഏത് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതഭാരം. ഹോസ്പിറ്റലില് പാട്ടങ്ങോട്ട് തുടങ്ങിയതും ഓരോരുത്തർ റൂമിനകത്തൊന്ന് വെളിയിലിറങ്ങി ആരും. പിന്നെ രവിക്ക് മനസ്സിലാവുന്നില്ല, ഇത് അവസാനിപ്പിക്കുന്നില്ല, അങ്ങ് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ എം എൻ ചേട്ടൻ ഇങ്ങനെ മേപ്പെട്ട് നോക്കി ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കൃഷ്ണപിള്ള ചേട്ടൻ നമ്മളെ കൽക്കട്ടയിൽ നാടകം കളിക്കുമ്പോൾ അശ്വമേധം നാടകം വിഗ് തലേ വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ 42 ഡിഗ്രി ചൂടത്തൊക്കെ പറയുന്നത്, അന്നത്തെ കാലത്ത് അവിടെ ഭയങ്കര ചൂടാ. ഒരു നാടകം സീൻ കഴിഞ്ഞാൽ അടുത്ത സീനിൽ അവരില്ലാത്തവർ വിഗ് അടിച്ച് ഇങ്ങനെ ചുരുട്ടി പോക്കറ്റിനകത്തിട്ട് അവിടെ കൊണ്ടൊരു ബെഞ്ച് കിടന്ന് അവിടെ പോയി കിടന്നുറങ്ങി. അടുത്ത സീനിൽ കൃഷ്ണ ചേട്ടാ എന്നാ സീനായി വാ എന്ന് പറഞ്ഞു എഴുന്നേറ്റങ്ങ് പോയി വിഗ് പോക്കറ്റിനകത്ത്. അപ്പൊ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് നമ്മൾ കേട്ടു. അപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? പിന്നെ കുറച്ച് സമയം നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കാം. സാറേ സാറേ ചാൻസ് ഹാൻസിന്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങടുക. അതല്ല, പത്രത്തില് പരസ്യം കണ്ടായിരുന്നു സാറിങ്ങനെ സിനിമ എടുക്കണമെന്ന്. അപ്പൊ എനിക്ക് ചാൻസ് ചാൻസ് അവിടെ ഞാനല്ല സാറേ. ചാൻസേ പരിചയപ്പെട്ട സന്തോഷം. ഞാൻ ചാൾസ്. അതല്ല, മറ്റേ ഒരു പത്രത്തിൽ പരസ്യം കണ്ടായിരുന്നു ഒരു ചാൻസ് ചാൻസ് അവിടെ അവിടെ സാറേ. എന്ത് സാറും ഇങ്ങനെ പറഞ്ഞിട്ട് പറയേ എന്ത് ഒരു ചാൻസേ ചാൻസ് ഇവിടെ എന്ന് പറഞ്ഞു സാറേ. സാറേ എന്താണ് ചാൻസിന് വേണ്ടിട്ട് ചാൻസ്? ചാൻസ് ഈ പുള്ളി ഇവിടെ. എന്റെ സാറന്മാരെ രണ്ടുപേരും ഒന്ന് എണ്ണീറ്റേ രണ്ടുപേരും ഒന്ന് എണ്ണീറ്റേ. എന്ത് ഒരു ചാൻസ് വേണോന്ന് പറഞ്ഞില്ലേ? ചാൻസ് ഞാൻ നല്ലപോലെ അഭിനയിക്കും. അഭിനയിച്ചോ? അഭിനയിച്ചോ? താങ്ക് യു. അതിർത്തിയിലെ ശത്രുപാളയത്തിൽ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചും മെരിച്ചു നിന്ന അക്ബർ ചക്രവർത്തിയോടാണോ കളി? അക്ബർ ചക്രവർത്തി ഇത്തിരി വോളിയം കുറച്ച് അഭിനയിക്കും. ഡബ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം കേട്ടാ. ഞാൻ കുറക്കണം, അതുകൊണ്ടാണ്. അഭിനയിച്ചു. പോയെന്നാട്ടാ തോന്നുന്നത്. ഞാനിവിടെ ഉണ്ട്. തനിക്കൊന്നും മിണ്ടി പറഞ്ഞു തിന്നുള്ളൂ. പിന്നെ സൗണ്ട് ഇല്ലാതെ അഭിനയിക്കാൻ പറഞ്ഞ ഞാൻ തകർക്കുമായിരുന്നു ഇവിടെ നിന്ന് ബാക്കിൽ നിന്നിട്ട്. എടോ ഞങ്ങളൊന്ന് സമാനായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ നന്നായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കും. നാട്ടുകാരൊക്കെ പറയണ എന്താണെന്നറിയോ? ഞാൻ മമ്മൂട്ടിയാന്ന. ആര് പറഞ്ഞു? അനീഷും സുനീഷും അവരെന്ത് ചെയ്യണ്? അങ്ങനവാടി പോയിരിക്കുന്നു. കൊള്ളാം. എടോ അവര് നല്ല പറ്റിച്ചാണ്. തനിക്ക് മമ്മൂട്ടിയുടെ ലുക്കൊന്നുമില്ല. ഇവിടെ പറയുന്നേ സാറ് ആംഗ്ലം പിടിച്ചു നോക്കിയ താ മമ്മൂട്ടിയല്ലടോ, കറക്റ്റ് ഷാരൂഖ് ഖാൻ. ഞാനാ ആ തന്റെ മൂക്കിന് വല്ലതും പറ്റുന്ന താ ഇങ്ങനെ ഇങ്ങനെ പാടണം. അല്ല, ഈ ഹിന്ദി സിനിമയിലൊക്കെ പാട്ടുകൾ അങ്ങനെ ഈ മൂക്കടച്ചു വെച്ചുള്ള ഓ ഷാരൂഖ് ഖാൻ കളിച്ചതാണ്. ആപത്തി പിടിച്ചവനെ കൊന്നാലങ്ങ്. അപ്പൊ താൻ ഈ സിനിമയിലെ വില്ലനാണ്. അയ്യോ, എനിക്ക് നായകനാവാനായിരുന്നു. എനിക്ക് നായകനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ വില്ലന്. ആണ് അപ്പൊ വില്ലൻ. അതായത് ഈ സിനിമയിലെ നായിക അതീവ സുന്ദരിയാണ്. ഗുഡ്. സ്കൂളിലെ ടീച്ചറാണ്. അവളുടെ പേര് ജൂലി.
ഒരു ദിവസം ജൂലി കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താൻ ആ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുന്നു. കേറി ചെല്ലി ഞാൻ എന്നിട്ട് ജൂലിയെ കാണുന്നു. കാണും. ഒറ്റ ബലാത്സംഗം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ക്ലാസ് റൂമിൽ എങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കണത്? അല്ല, ബലാത്സംഗം ചെയ്യണം. ആണ്, അപ്പൊ കുട്ടികളുണ്ടാവൂല. എടോ ഇത് അഭിനയമല്ലേ? ആ അതല്ല, അയ്യേ ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പഠിക്കാൻ വന്ന കുട്ടികളുണ്ടാവൂലേ അവിടെ? ശരിയാണല്ലോ. പിന്നെന്ത് ചെയ്യും? ഞാൻ എന്തെന്നാണോ ഒരു കാര്യം ക്ലാസ് റൂമിൽ വെച്ചാണോ ബലാത്സംഗ സീൻ? ഒരു കാര്യം ചെയ്യാം, സ്ക്രിപ്റ്റിൽ ചെറിയൊരു മാറ്റം ഇടവഴിയാകാം. ഓക്കെ, ഇടവഴി കൊള്ളാം. താൻ ഇടവഴിയിലൂടെ നടന്നു വരികയാണ്. നേരെ ഓപ്പോസിറ്റ് ജൂലി വരുന്നു. ജൂലിയുടെ മുമ്പിലേക്ക് താൻ ചാടി വീഴുന്നു. വ്യാകൃത പോലെ. അതെ, ഒരു വ്യാകൃത പോലെ. എങ്ങനെയാണത്? ഓക്കെ, ഒറ്റ ബലാത്സംഗം ഇട്ട് കൊടുക്കുകയാണ്. അവിടെ ഇട്ട് കൊടുക്കാൻ എളുപ്പം. അവിടെ ഞാൻ ബലാത്സംഗം ഇട്ട് അപ്പൊ കൊടുക്കും. നമുക്ക് ആ സീൻ ഒന്ന് നോക്കാം. തന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ. ആയിക്കോട്ടെ, ഞാൻ ചെയ്യാം. ചെയ്യാം. പക്ഷെ നായിക എന്ത് ചെയ്യും? നായിക നിൽക്കുന്നു നായിക. ഇതാണ് തന്റെ നായിക. ഇത് ശരിയാകല്ലോ. അവന്റെ മട്ടും ഭാവം കൊണ്ട് എനിക്ക് ശരിയായി തോന്നണല്ലോ. എനിക്ക് ഞാനല്ല നായിക. പിന്നെ ഞാൻ മാറി വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പുറത്തൊരു മടലെടുത്തു. എടുത്തോണ്ട് വരെ. അതെ, ആ തന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഞാൻ തകർക്കും. ഞാൻ ഇതാണ് ജൂലി. ഈ മടല നിനക്കിത് മടലാണ്, പക്ഷെ ഞങ്ങളുടെ നായിക ജൂലിയാണ്. ആ ഞങ്ങളുടെ നായികയാണ്. നേരെ വരുന്നു, ഇതിനെയാണ് ജൂലിയെ കാണുന്നു, ഡയലോഗ് പറയുന്നു, ചാടി വീഴുന്നു. ആ ഓക്കെ, ഓക്കെ. ജൂലി നടന്നു വാ. ജൂലി വരട്ടെ. വീട്ടിലടി നിന്നെ എത്ര നാളായി നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. മടലിനെ കാത്തിരിക്കണം. നിന്റെ ചേച്ചിയോ എനിക്ക് കിട്ടിയില്ല. മടലിന് ചേച്ചിയുണ്ടോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഇനി അവരായി അവരുടെ പാടായി. അയ്യോ എന്നെ വിടൂ, എന്നെ വിടൂ. ഇല്ലടി, വെറുതെ വിടില്ല നിന്നെ. എന്താണ് രണ്ട് ഡയലോഗ്? എന്താണ്? അത് നായികയില്ലേ, നായിക. ഞാൻ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് എന്തായി വലിച്ചു പറിക്കുന്നത്? സാരി വലിച്ചൂരിയാണ്. എന്താ അങ്ങോട്ട് വലിച്ചെറിഞ്ഞത്? ഒന്ന് ഞാൻ കൊക്കയിലെറിഞ്ഞു ബലാത്സംഗം. മടലിനോട് പോലും ഒരു മര്യാദ കാണിച്ചില്ലടാ മഹാവ. തകർത്തില്ല ഞാൻ. ഞാൻ ഈ കാലഘട്ടത്തിൽ ജനിച്ചത് നന്നായി. ഇച്ചിരി കൂടി നേരത്തെ ജനിച്ചിട്ടില്ല. ആ ബാൽക്കാരും ജോസ്പ്രാശൊക്കെ ഒരു പണിയിലായിട്ട് വീട്ടിലിരിക്കേണ്ട ഒന്നാണ്. അവരൊക്കെ എന്റെ കുരുക്കളാണ്. ഞാൻ വീട്ടിൽ പോയാൽ ചുമ്മാ ഇരിക്കരുത്, പ്രാക്ടീസ് ചെയ്തോളാം. എങ്ങനെ ഈ ബലാത്സംഗത്തിന്റെ പ്രാക്ടീസ്. ആണാ? 17 ബലാത്സംഗം ഈ സിനിമയിലുള്ളത്. ഓക്കെ, ഞാൻ തകർക്കും കേട്ടോ. ഓക്കെ, മടലെടുത്ത് നോക്കുമ്പോ ജൂലിയാണ്, ജൂലിയാണ്. കിട്ടോ? ഞാൻ പ്രൊഡ്യൂസറൊന്ന് വിളിച്ചേ. കണ്ട, അതെ സ്വിച്ച് ഓഫ് ആണ്. അയാളുടെ ബാക്കിയും കേട്ട നമ്മൾ ഈ ലോഡ്ജ് കൊടുത്തിട്ട് 3 ആഴ്ചയായി, പൈസയും കൊടുത്തിട്ടില്ല. സിനിമാക്കാരെ അതേ വന്നേക്കണ അടുത്ത കേസ്. എന്താ നിങ്ങളുടെ പരിപാടി? പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇനി കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങണം. അത് തന്നെ. അതല്ല ഞാൻ ചോദിച്ചത്. 2 മാസമായി നിങ്ങളുടെ റൂം വാടക എടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് 10 പൈസ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടാ? ചേട്ടൻ വാടക ചോദിച്ചു വന്നതാണ്. എടാ വാടക ചോദിച്ചു വന്നാടാ. വാടക ചോദിച്ചു വന്നാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ വാടക ചോദിച്ചു വന്നതാണ്. എടാ അത് തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഇന്ന് എന്റെ കാശ് കിട്ടണം. ഇന്ന് തന്നെ എനിക്ക് കിട്ടണം. ചേട്ടാ, ഇന്നത്തെ ദിവസത്തിന് ഒരു അവധി തന്നെ. അപ്പൊ നാളെ നാളെ വേറൊരു അവധി തന്നാ മതി. നിങ്ങൾ നാളെ മണ്ടനാക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ വരും. എനിക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയില്ലെങ്കിൽ ഈ KB മാമൻ ആരാ നിങ്ങൾ അറിയും. അതാരാണത്? ഞാനാണത്. വൈകുന്നേരം കാണിച്ചാൽ ഞാൻ ആവശ്യമില്ലാത്തൊരു രൂപവും വൃത്തികെട്ടൊരു പേരും KB മാമൻ. സിനിമ പിടിച്ചിട്ട് വീട്ടിലേക്കുള്ളതും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ആ സാറേ, ഇത് പറയുന്ന പോലെ വലിയ ഹോട്ടലൊന്നും അല്ല. ആ ഒരു തരികിട ഹോട്ടലാണ്. KB ആ മാമൻ. ഞാൻ അന്വേഷിക്കാം. ആ ഫോഴ്സിനെ ഒന്നും വായിക്കണ്ട സാറേ. ഒറ്റക്ക് ഡീൽ ചെയ്യാവുന്ന കേസ്. കുഴപ്പമില്ല, കുഴപ്പമില്ല. നമ്മളാരുടെ സിനിമാക്കാരൻ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്തിന്? ആ 2 കൂതറകളിലൂടെ നിൽപ്പുണ്ട്. ഇവന്മാരായിരിക്കും. ചങ്കൂറ്റത്തോടെ നിൽക്കടാ. ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം. ഓക്കെ സാറേ, ഓക്കെ. നീയൊക്കെയാണോടാ ഈ സിനിമയിൽ ആൾക്കാർ അഭിനയിക്കാന്ന് പറഞ്ഞ സംവിധാനം? ഈ പുള്ളി ഞാനില്ല, ഞാൻ വെറുതെ വന്നതാണ്. ഞാനും ഇവനും അഭിനയിക്കാൻ സിനിമാക്കാരാണ്. ഞാൻ ഡയറക്ടർ, ഇവൻ സ്ക്രിപ്റ്റ്. എന്നെ കൊണ്ട് നിർബന്ധിച്ചു. നിങ്ങൾ ഈ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ ആൾക്കാരുടെ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്നു എന്ന് അറിവ് കിട്ടിയോ? വാങ്ങിക്കാറുണ്ട്. ഈ പുള്ളി വാങ്ങിക്കാറുണ്ട്. എത്ര രൂപ മേടിക്കാറുണ്ട്? കഴിഞ്ഞ ആഴ്ച ഇവൻ ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് 2000 രൂപ അടിച്ചു സിനിമയിൽ. ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. എടുത്തിട്ട് 1500 രൂപ അങ്ങോട്ട് തന്നില്ല. അങ്ങനെ ആകെ 2000 രൂപയല്ലേ വാങ്ങിച്ചുള്ളൂ. നിന്റെയൊക്കെ എച്ച് കണക്കൊക്കെയാണോടാ ഞാൻ വന്നത്? എസ് എടുത്ത് കിടന്ന് കുമ്മാട്ടി കാണിക്കാ നീയൊക്കെ. ഇനി ആരോടെങ്കിലും നീയൊക്കെ കാശ് മേടിച്ചെന്ന് ഞാൻ അറിഞ്ഞ സിനിമാക്കാരുടെ പേര് കളയാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു സാർ എന്റെ അഭിനയം? എങ്ങനെയുണ്ടായിരുന്നു സാർ? ഇതിൽ കൂടുതലൊക്കെ ഞാൻ എങ്ങനെയുണ്ട് സാർ അഭിനയിക്കാം? ഒരു മനുഷ്യന് സിനിമയിൽ അഭിനയിക്കുന്നത് ആഗ്രഹമുണ്ട്. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് സാർ ഞാൻ അഭിനയിക്കുന്നത്? മനസ്സിലായില്ല. ആരാണ്? എന്നെ മനസ്സിലായില്ല? ഇല്ല. ഒരു 3 മാസം മുമ്പ് ഒരു ചാൻസ് വെച്ച് വന്നപ്പോ SIയുടെ ഒരു വേഷം ഉണ്ടെന്ന് സാർ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഫുൾ കോസ്റ്റ്യൂം ഒക്കെ മേടിച്ചിട്ട് ഒന്ന് അഭിനയിച്ചാണ്. എങ്ങനെയുണ്ട് സാർ? വിനു ചുമട്ട് കാണിക്കാരൻ. മീശ വെച്ച് കാരണം മനസ്സിലായില്ല എനിക്ക്. അടിപൊളിയായിട്ടുണ്ട്.
എസ്ഐയുടെ വേഷം ഇരിക്കേണ്ടത് തന്നെ നാട്ടിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നേക്കാം എസ്ഐയുടെ വേഷം തന്നേക്കാം. എന്നാ പിന്നെ വിട്ടോ, വിട്ടോ, വിട്ടോ. ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട, അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ ഓക്കെ ഏയ്, എന്താ വേറെ ആരോ വന്നിട്ടുണ്ട്. ആണോ? തനിക്ക് ഇവിടെ വർക്ക് ഉണ്ട്, ഓവർ ടൈം ഒക്കെ കിട്ടും. അതെ, പറ്റാത്ത കേസ് കെട്ടാണ് താൻ മറന്നിരുന്നോ? ഞങ്ങൾക്ക് പറ്റാത്ത കേസ് കെട്ടാണ് ഞങ്ങൾ 3 സിഗ്നൽ വരും. 3ാമത്തെ കേട്ട് കഴിഞ്ഞാൽ ഓടി ഇങ്ങോട്ട് പോരെ, തല്ലിടി അങ്ങ് ഇടിച്ചോ. 3 സിഗ്നലിൽ 3ാമത്തെ കേട്ട് വെച്ച് നിങ്ങളോട് ചോദിക്കേണ്ടി ഇടിച്ചേക്കാം. ഇടിച്ചോ. ഇടിച്ച് നിർത്തിയേക്കാം. ആ. ഒന്നും നോക്കണ്ട. ഒന്നും നോക്കണ്ട. സിഗ്നൽ എങ്ങനെ 1 2 3 3ാമത്തെ ചുടിക്ക് ഞാനിവിടെ വന്നിരിക്കും. ഓക്കെ. ഒന്നും ചോദിക്കണ്ട, ഞാനിവിടെ കാണും. വിട്ടോ. പറഞ്ഞാ മതി. ഏതോ അവസരം ചോദിച്ചു വന്നേക്കണേ. യെസ്, കം ഇൻ. സിനിമയിലേക്കാണ് ചാൻസ് ഇല്ല മോനെ. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കും സാർ. ഇത് എവിടെ ഇരുന്ന് സാർ? എത്ര നാളായി ഞങ്ങൾ ഫോൺ ചെയ്യാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. അത് വേറെ ഒന്നുമല്ല, കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ അയ്യോ, പടം ചെയ്യാതിരിക്കരുത് സാർ. അല്ല, പടം എന്തായാലും സ്വപ്നമാണ് പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്തിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതിനകത്ത് നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഈ പടത്തിന്റെ ബഡ്ജറ്റ് അല്പം ഒന്ന് കുറച്ചാണ് നമുക്ക്. ചെലവ് ചുരുക്കി ചെയ്യാം, നമുക്ക് പടം ചെയ്താൽ മതി. ഞങ്ങളുടെ സ്വപ്നമാണ് പടം ചെയ്യാൻ. പടം എന്തായാലും ചെയ്യാം. അപ്പൊ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ? എല്ലാം ഓക്കെ, എല്ലാം ready ആ. എല്ലാം ഓക്കെ. അപ്പൊ നമ്മുടെ സീൻസ് ഒക്കെ സെറ്റ് ചെയ്തോ? ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടൈക്കനാലിലാണ് നമ്മുടെ സീൻ ആരംഭിക്കുന്നത്. സിനിമ ആരംഭിക്കുന്നത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാൽ. നമ്മുടെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ദൂർത്തനും ധാരാളിയുമാണ്. ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായകൻ കൊടൈക്കനാലിലെ മലനിരകളിലേക്ക് തന്റെ സ്വന്തം BMW കാറിനെ, ഈ BMW കാറിന് ഇങ്ങനെ മലനിരയിലൂടെ ഹൈ റേഞ്ചിൽ ഇങ്ങനെ കയറി ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോ ഡോറ് തുറന്ന് അയാൾ പുറത്തിറക്കിയിട്ട് ഒറ്റ ചവിട്ടാവി വണ്ടിക്കിട്ട് BMW-നിട്ട് ദേ കിടക്കണ്ട നിന്റെ വണ്ടി എന്ന് പറഞ്ഞു നേരെ കൊക്കയിലേക്ക് പോയാണ് ഈ വണ്ടി. 65 ലക്ഷം രൂപയുടെ ഈ BMW പൊട്ടി തകർന്ന് ചിന്ന പിന്നെ നായകന്റെ ദൂർത്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സീൻ ഇവിടെ. ലക്ഷക്കണക്കിന് രൂപ ചെലവാണ് കേസല്ലേ ഇത്? അതെ, ഈ BMW കാരൊക്കെ അതൊന്നും ശരിയാവില്ലത്. സാറേ നായകന്റെ ദൂർത്ത് കാണിക്കണം. ദൂർത്ത് കാണിക്കുക. ഇത് ഇവിടെ നമ്മൾ അങ്ങനെ കൊടൈക്കനാലൊന്നും പോയി ചെയ്യേണ്ട കാര്യമില്ല. കൊടൈക്കനാലെന്ന് എഴുതി വെച്ചേക്കണത്. അല്ല, ഇവിടെ അടുത്ത ഏതെങ്കിലും ഒരു കനാലിന്റെ സൈഡിൽ ചെയ്യാവുന്ന കേസല്ലത്. അത് എങ്ങനെ ശരിയാവുന്നാണ് ഈ പറയണത്? കനാലിന്റെ സൈഡ് കൊടൈക്കനാൽ തന്നെ വേണം സാറേ, കൊടൈക്കനാൽ തന്നെ വേണം. അങ്ങനെയാണെങ്കിലേ ഈ കനാലിന്റെ സൈഡിൽ 3-4 കുട കൊണ്ടുവെക്കാം. അപ്പൊ കൊടൈക്കനാലാവില്ല. ഇതൊക്കെ എങ്ങനെ മതി, കുഴപ്പമില്ല. മതിയല്ലേ? ചെലവ് ചുരുക്കണല്ലേ? അതെ അതെ. എന്നിട്ട് നമ്മുടെ നായകൻ ഇതുപോലെ തന്നെ പ്രൗഢ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ വാഹനമായ MIT-ൽ അങ്ങോട്ട് തെറ്റിപ്പോയി, BMW ഭയങ്കര കാശാണ്, ചെലവുള്ള കേസാണ്. അത് കാരണം MIT-ൽ വരുന്നു. നായകൻ അവിടെ MIT നിർത്തുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നായകൻ MIT കിട്ടി ചവിട്ടി ഓടുന്നു. നായകൻ നേരെ കനാലിലേക്ക് പോകുന്നു. MIT നായകന്റെ ദൂർത്ത് നമ്മൾ കാണിച്ചില്ല. അതിന് വഴിയുണ്ട്. നായകൻ കനാലിൽ നിന്ന് കയറി വരുമ്പോ ഒരു തോർത്തെടുത്തോണ്ട് വരട്ടെ. ദൂർത്തിന് പകരം തോർത്ത് ശരിയാവില്ല. സ്ക്രിപ്റ്റ് ഞാൻ തരില്ല. ഞാൻ ഈ സിനിമക്ക് ഇല്ല. എന്നാ നീ വിട്ടോടാ, ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം സാർ. ഞാൻ പോയില്ലട്ടാ. ഇല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ സീൻ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോ സീനും അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ചെയ്യാം സാറേ. ഇങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് കുറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. ഇതിന് ബഡ്ജറ്റ് എത്ര ഇട്ടിരുന്നത്? ബഡ്ജറ്റ് 1 ലക്ഷം രൂപ. 1 ലക്ഷം അല്ല, 1 കോടി. 1 കോടി രൂപ. അല്ല, 1 കോടി രൂപ നടക്കില്ല കേട്ടോ. ഒരു 50 ലക്ഷം. 50 ലക്ഷം ആണെങ്കിൽ ഒരു കാരണവശാലും നമുക്കത് ചെയ്യാം. 50 ലക്ഷം രൂപ ചെയ്യാം. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തു 50 ലക്ഷം രൂപക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ സാറേ, നമ്മൾ ഇതിന് നായകനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫഹദ് ഫാസിലിനാണ്. ഫഹദ് ഫാസിൽ എന്ത് കൊടുക്കും? ഫഹദ് ഫാസിൽ എന്ത് കൊടുത്താലും കഴിച്ചോളൂ, പുള്ളിക്ക് അങ്ങനെ ചാടയൊന്നുമില്ല. കഴിക്കണ കാര്യമല്ല പറഞ്ഞത്. കാശായിട്ട് എന്ത് കൊടുക്കേണ്ടി വരും? കാശായിട്ട് 40 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്. നമുക്ക് ആകെ 50 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉള്ളൂ. 40 ലക്ഷം രൂപ പുള്ളി കൊടുത്താൽ പിന്നെ പടം അങ്ങനെ പോകാൻ പിന്നെന്ത് ചെയ്യും? അത് നമുക്കൊരു വല്ല പുതുമുഖം നായകന്മാർ നടക്കില്ല. ഞാൻ ഫഹദ് ഫാസിലിനെ വെച്ച് എന്റെ ശിരസിൽ കണ്ട് എഴുതിയ സാധനമാണ് എന്റെ മനസ്സിൽ. ഞാൻ ഈ സിനിമക്കില്ല. ഞാൻ പുതുമുഖത്തിന് ചെയ്തോളാം, നീ വിട്ടോ. നമുക്കൊരു പുതുമുഖത്തിനെ വെച്ച് നമുക്ക് ചെയ്യാം സാറേ. ബുദ്ധിമുട്ട് വെച്ച് ചെയ്യാതിരിക്കും നല്ലത്, ഏറ്റവും കൂടുതൽ. അല്ല, ഫഹദ് ഫാസിലിന്റെ വെച്ച് ചെയ്യണം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. അപ്പൊ അത് ചെയ്യാം. അപ്പൊ നമ്മുടെ നായകൻ ഒരു പുതുമുഖ നായകൻ. ഓക്കെ, അങ്ങനെ ഇടപെട്ടെ. പിന്നെ സാറേ, നമ്മൾ ഇന്ന് നായിക ഇതിൽ മെയിൻ കഥാപാത്രമാണ്. നായിക നമ്മൾ ഭാവനയാണ് ഉദ്ദേശിച്ചത്. ഭാവന എന്തായാലും എനിക്ക് കുഴപ്പമില്ല. നടി സുന്ദരിയായിരിക്കും. നടിയുടെ കാര്യമുണ്ട്. നടി ഭാവനയുടെ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ചെലവാകൂല. എത്രയാവും പുള്ളിക്കാർക്ക്? 20 ലക്ഷം രൂപ അഡ്ജസ്റ്റ് ചെയ്യാം. 20 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചെലവ് ശരിയാവൂലത്. പിന്നെ നമുക്ക് അത് വേണ്ട. എന്റെ വീടിനടുത്തൊരു കൊച്ചുണ്ട്, ഒരു പെൺകൊച്ചുണ്ട്. ഏതാണ്? ശാലിനി എന്ന് പറയും. കണ്ണിനൊരു മിസ്റ്റേക്ക് ഉള്ള പെൺകൊച്ചല്ലേ ശാലിനി? തനിക്ക് എങ്ങനെ അറിയാം? ഒരുപാട് ടെലിഫിലിം ഞാനും അവളും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭാവന ഇല്ല. ഞാനാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തമ്മിൽ അത്രക്ക് കോമ്പിനേഷൻ ആണ്. അവള് ഓടി വരും. അപ്പൊ നമ്മുടെ സിനിമയിലെ നായികയായിട്ട് കണ്ണിന് മിസ്റ്റേക്ക് ഉള്ള ഓച്ചിറ കൊണ്ടുള്ള ശാലിനിയെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്ക് പടം പെട്ടെന്ന്
എടാ, ഞങ്ങടെ producer ആ. ഇരിക്കരുത്. ഏയ്, ഞങ്ങടെ മാറ്റണോ അവനെ? എന്തിനാണോ? ആരാണോ അവൻ? ഈ സിനിമയിലെ SI-യാടാ. നീ ഈ സിനിമയിൽ കോപ്പ് അഭിനയിക്കും. എടോ ഞാൻ ഈ സിനിമ എടുത്താലേ അവനൊക്കെ കയറി അഭിനയിക്കുള്ളൂ. എനിക്ക് ഈ സിനിമ വേണ്ട. ഞാനിത് ഇവിടെ ഒഴിച്ച് ഉപേക്ഷിക്കണേ. എന്റെ വേഷം എങ്ങനെ? ഇതിലും പേര് ഞങ്ങൾക്ക് ഇത്തിരി വിഷം തന്നു കൊല്ലായിരുന്നില്ലടാ. വിഷം തന്നാ എനിക്ക് വേഷം കിട്ടുമോ? സാർ അപ്പൊ എന്റെയും ഈ ജൂലിയുടെയും കാര്യം ആ ജൂലിനെ അടിച്ച് കൊല്ലണം ഞങ്ങളെ ഇങ്ങട്. എന്ന് വെച്ചാ ഈ മണലിൽ ഞങ്ങളെ അങ്ങട് തല്ലി കൊല്ലാൻ. അങ്ങനെ വീണ്ടും കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലേക്ക് കൂടുതൽ വിശേഷവുമായി നല്ലൊരു ചിരിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലളിത ചേച്ചി. അപ്പൊ ചേച്ചി നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് കുസൃതി ചോദ്യങ്ങളുള്ളത്. കുഴപ്പമില്ല, ചേച്ചിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും നിൽക്കല്ലേ, ഇവർക്ക് അറിയത്തില്ല, നമുക്ക് അവരോട് ചോദിക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഈ കുസൃതി ചോദ്യങ്ങളുടെ തുടക്കകാലത്ത് കേട്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഞെട്ടില്ല വട്ടയില്ല അല്ലല്ല, ഇത് അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കുസൃതി ചോദ്യമാണ്. ഇത് ഈ കുട്ടികളും കൂടെ ഇവിടെ ഓഡിയൻസ് ആയിട്ട് ഉള്ളത് കൊണ്ട് ചോദിക്കാണ്. അപ്പൂട്ടൻ മാങ്ങ പറിച്ചു, സാവിത്രി മാങ്ങ തിന്നു, ബാക്കി എത്ര മാങ്ങയുണ്ട്? കിട്ടും. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോന്നല്ലേ ചേച്ചി ആലോചിക്കുന്നത്? ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോന്നല്ലേ ആലോചിക്കുന്നത്? ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഇതുകൊണ്ടാണ് ചേച്ചി ഇത് കേട്ടിട്ടില്ലെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചേച്ചി ഒന്നും കൂടി മനസ്സിൽ ഓർത്താ കറക്റ്റ് കിട്ടും. ഒന്നുകൂടെ ഒന്ന് പറയൂ ആ ചോദ്യം. അപ്പൂട്ടൻ മാങ്ങ പറിച്ചു, അതിനകത്ത് തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. സാവിത്രി മാങ്ങ തിന്നു, ബാക്കി എത്ര മാങ്ങയുണ്ട്? 8, 3, 11. അപ്പൂട്ടൻ മാങ്ങ പറിച്ചു, സാവിത്രി മാങ്ങ തിന്നു, ബാക്കി എത്ര മാങ്ങയുണ്ട്? അപ്പൂട്ടൻ 10. മാങ്ങ പറിച്ചു. അപ്പൂട്ടൻ മാങ്ങ പറിച്ചു. സാവിത്രി 3 കഴിച്ചു, ബാക്കി എത്ര മാങ്ങ? 7. ശരി, നല്ല രണ്ടാമത്തെ ചോദ്യം. സാധാരണ നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോഴേക്കും ഇത് പൊട്ടുവോ, എന്തെങ്കിലും പ്രശ്നം വരും, ആ പൊട്ടുവോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുക. ഇപ്പം മൊബൈലാണെങ്കിലും താഴെ വീണ പെട്ടെന്ന് പൊട്ടില്ലല്ലോ അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് മേടിക്കുക. പക്ഷെ ഈ സാധനം പൊട്ടുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുക. അത് പൊട്ടുമെങ്കിലേ നമ്മൾ മേടിക്കുള്ളൂ. എന്താണ് ആ സാധനം? കുപ്പി ഗ്ലാസ്. അല്ല, കുപ്പി ഗ്ലാസ് ആണെങ്കിലും കുപ്പി ഗ്ലാസ്സാ. അറിഞ്ഞിട്ടും നമ്മൾ മേടിക്കുമല്ലോ. അല്ല, പൊട്ടും അറിഞ്ഞിട്ടും അല്ല, ഈ സാധനം പൊട്ടുമെങ്കിലേ നമ്മൾ മേടിക്കുള്ളൂ. പൊട്ടും ഇല്ല, ഈ സാധനം നമ്മൾ പൊട്ടിക്കാനാ മേടിക്കുന്നത്. കഴിഞ്ഞോളൂ അതിന്റെ ഒരു എന്ന് പറഞ്ഞ അച്യുതി എന്ന് പറഞ്ഞ അറിയാമോ നോക്കട്ടെ. ഈ സാധനം നമ്മൾ പൊട്ടിക്കാനാ മേടിക്കുന്നത്. ചേച്ചി മനസ്സിലാവും. ഇപ്പൊ പൊട്ടിക്കാനാവോ വാങ്ങിക്കുന്ന ചോദിക്കുമ്പോ തന്നെ മനസ്സിലാവും. പൊട്ടിക്കാനാന്ന് പറഞ്ഞാൽ ചില വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പൊട്ടിക്കും. ബലൂൺ. ബലൂണാണെങ്കിൽ പൊട്ടിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കുത്തി ബലൂൺ പൊട്ടിക്കാൻ മേടിക്കാറില്ലേ പിറന്നാളിനൊക്കെ? ഇങ്ങനെ കുത്തി എന്നിട്ട് പിള്ളേർ കൊണ്ട് പൊട്ടിക്കത്തില്ല. ഇത് നമ്മൾ വാങ്ങിക്കണ തന്നെ നമ്മള് എന്തായാലും ഒരു ഉത്സാഹം കിട്ടാൻ വേണ്ടിയാണ്. അയ്യോ, അപ്പൊ രണ്ടുത്തരം ഞാൻ പറഞ്ഞു. അവസാനത്തെ ചോദ്യം. ഇംഗ്ലീഷിലെ അവസാനത്തെ അക്ഷരം ഏത്? ഇസഡ്. ചേച്ചി, ഇത് കുസൃതി ചോദ്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കുള്ള ഉത്തരം വേണ്ട. പിന്നെ എന്താ വേണ്ട? അല്ല, ഇവർക്ക് കിട്ടിയത് പറയരുത്. ഇംഗ്ലീഷ് എന്നതിലെ അവസാനത്തെ അക്ഷരം എന്ത്? എച്ച്. ചേച്ചി കളിക്ക് ചേച്ചി, അടിപൊളിയായിരുന്നു. എല്ലാത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും ഉത്തരം പറഞ്ഞ നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് ആണ് ചേച്ചി. നമസ്കാരം. എന്റെ പേര് KPSCC ധർമ്മൻ. ധർമ്മൻ KPSCC ലളിതല്ലേ? അല്ലല്ലോ, ഞാൻ KPSC ലളിതയാണ്. KPSC ലളിതാണ്. അതെ അതെ. ഓർമ്മയിലും തോന്നുന്നു നമ്മൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 3 വർഷം ഒരു സമിതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഏത് സമിതിയില്? KPSCC-ല്. KPSCC ഞാൻ അഭിനയിച്ചിട്ടില്ല. നമ്മുടെ ആദ്യത്തെ നാടകത്തിന്റെ പേരെന്താന്നറിയാമോ?
ഓല പീപ്പിക്കൊരു ഊഞ്ഞാൽ. ഓലപ്പിപ്പിക്ക് ഊഞ്ഞാല്. ആ ഈ ചേച്ചി അതിനകത്തുണ്ടല്ലോ ഓലപ്പീപ്പിക്ക് വേണ്ടി ഓടി നടന്ന് കരയുന്ന ഒരു നായികയുടെ വേഷമാണ് ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് ഓലപ്പീപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓലപ്പീപ്പിക്കാരനായിരുന്നു. ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? അതൊന്നുമില്ല. ഞാൻ ആദ്യം അഭിനയിച്ച നാടകം ബലിയാണെന്ന് പറഞ്ഞു. ചേട്ടാ ഇതുണ്ടല്ലോ ഇവിടെ ഈ ചേച്ചി ഇവിടെ വന്നിട്ട് നാടകക്കാരെ എല്ലാം പറഞ്ഞു, നാടകത്തിൽ പാട്ട് പാടിയ ആളെ പറഞ്ഞു, ചേട്ടനെ മാത്രം അറിയില്ല. അറിയെങ്കിൽ അറിയാന്ന് പറയൂലേ? കണ്ടാ തിരിച്ചറിയില്ലേ? അതല്ലേ? അല്ല ഒരുപാട് വർഷങ്ങളായല്ലോ. പക്ഷെ 3 വർഷം ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചതിന് തെളിവുകളുണ്ട്. ഈ നാടകത്തിന്റെ ഒരു പാട്ട് കേട്ടാ ചേച്ചിക്ക് ചിലപ്പോ ഓർമ്മ വരും. ടൈറ്റിൽ സോങ് ആണ്. വെണ്ണില ചന്ദന പീപ്പി ഉന്നമടക്കായലിൽ വീണേ. ഈ പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 3 വർഷം സഹകരിച്ച നാടകത്തിലുള്ള പാട്ടാ ഓർമ്മ വരാതിരിക്കില്ല. ഇല്ല, കമലിന്റെ പടത്തിലെ പാട്ടല്ലേ? കാവ്യമാധവൻ ചെറുപ്പത്തിൽ അഭിനയിച്ച പാട്ടാണ്. അത് സംഭവ സത്യം എന്താ പറയുക, ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അന്ന് നാടകത്തില്. കമൽ ഒരുപാട് പ്രാവശ്യം എന്റെ മുമ്പിൽ നീ നാടകം കണ്ടിട്ടില്ല. പുള്ളി അടിച്ചു മാറ്റിയത്. അല്ല പിറ്റേ വർഷത്തെ നാടകം പിറ്റേ വർഷത്തെ നാടകത്തിന്റെ പേരാണ് അരിയും തിന്ന് ആശാനയും കടിച്ചിട്ട് പട്ടിക്ക് പിന്നെയും അരിമുറുക്ക്. അരിമുറുക്കല്ല, പിന്നെയും മുറുമുറുക്ക്. ഈ ഡ്രാമയ്ക്കകത്ത് അതിവിശേഷമായ ഒരു ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു. ഞാൻ പാടി കേൾപ്പിക്കാം. അതെ, ഈ നാടകത്തിലൊക്കെ ടൈറ്റിൽ സോങ് എന്നൊന്നും ആരും പറയാറില്ല, അവതരണ ഗാനം എന്നേ പറയാറുള്ളൂ. ഇല്ലേ? അല്ല, കാലം പുരോഗമിച്ചല്ലോ, ഞാൻ അതുകൊണ്ടങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. രാമ ഡ്രാമ ഡ്രാമ ട്രാജഡി ഡ്രാമ ഡ്രാമ ട്രാജഡി ഡ്രാമ 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 ട്രാജഡി ഡ്രാമ ഡ്രാമ. അയ്യോ, ഇത് ധ്വനിയിലെ പാട്ടാണ്. വലിയ പാട്ടോ? അത് ജയറാമേട്ടൻ നായകനായിട്ട് അഭിനയിച്ച ശോഭന അത് പത്മരാജൻ. അയ്യോ ദൈവമേ, ഞാൻ എന്ത് സാധനം ചെയ്താലും ഇതെല്ലാം അടിച്ചു മാറ്റുവാണോ? ഈ പാട്ട് ഞാൻ പാടുന്ന സമയത്ത് ഞാനിങ്ങനെ ഇഴുകിച്ചേർന്ന് വേണ്ടിട്ട് പാടുവാണല്ലോ. ചേച്ചി ഇങ്ങനെ തട്ടിയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ എന്നെ ഒരു കണ്ണു വെച്ച് ഇങ്ങനെ നോക്കുന്ന ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ആര്? ഞാന്? അയ്യടാ, നോക്കാൻ കണ്ട ഒരു മോന്ത. കേട്ടോ, പഴയ കാര്യങ്ങൾ മറന്നിട്ടില്ല. നല്ല മോന്തയാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കഴിഞ്ഞ വർഷം ഏത് ട്രൂപ്പിലായിരുന്നു താങ്കൾ? കഴിഞ്ഞ വർഷം മധുല്യ. ഈ വർഷോ? അതും ഇല്ല ഇതും ഇല്ല. അടുത്ത വർഷം പ്രതീക്ഷയില്ല. പ്രതീക്ഷ, അങ്കമാലി പ്രതീക്ഷ. അങ്കമാലി പ്രതീക്ഷയല്ല, ആരെങ്കിലും വിളിക്കൂന്നുള്ള പ്രതീക്ഷയിലിരിക്കും. അല്ല, താനും പല നാടകം കളിച്ചിട്ടുണ്ട്, തനിക്ക് നാടകം ഉണ്ടോ? നാടകം ഉണ്ടോന്നോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കിന്ന് ഡബിളാ. ഓ, എവിടെയാ? ഒന്ന് കന്യാകുമാരി, ഒന്ന് കാസർഗോഡ്. എന്റെ ദൈവം, എങ്ങനെ ഓടിയെത്തും? ഓടി എത്തുകയല്ലോ, നാട്ടുകാർ ഓടിച്ച് എത്തിക്കുകയല്ലേ. എന്നാലും എനിക്ക് നിങ്ങളെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അത് ഓർമ്മ കിട്ടാതിരിക്കാനായിട്ട് വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷമായിട്ട് ഫീൽഡിൽ ഇല്ലായിരുന്നു. അത് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. അത് ഹൈ റേഞ്ചിലൊരു നാടകം കളിക്കാൻ ഞാൻ പോയി. റബ്ബർ തോട്ടത്തിലായിരുന്നു നാടകം. ഞാനിങ്ങനെ ഈ ഷോർമേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് അങ്ങനെ ചെക്ക് ചെയ്യലോ. ഹലോ ചെക്ക്, ഹലോ ചെക്ക്, ഹലോ 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 എന്ന് പറഞ്ഞിട്ടേ ചെറ്റൻ പൊളിച്ച് താഴെ റബ്ബർ തോട്ടത്തിലേക്ക് ചാടി 1 കിലോമീറ്റർ ഞാൻ ഉരുണ്ടുപോയി. കാട്ടുപന്നിയാന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ ഓടി വന്നപ്പോഴല്ലേ പ്രശസ്തനായ നാടക നടൻ ഞാൻ. എന്നെ പിടിച്ച് ആശുപത്രി കൊണ്ട് എന്നോട് പറഞ്ഞു 2 വർഷത്തേക്ക് ഫീൽഡിൽ ഒന്ന് അഭിനയിക്കരുത്, ശരീരം ഇളകരുത്. അങ്ങനെ ഞാൻ റെസ്റ്റിലായിരുന്നു. അതാണ് ഓർമ്മയില്ലാതെ വന്നത്. ശരി, അപ്പൊ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന എന്തിനാ? ഈ റെസ്റ്റ് കഴിഞ്ഞപ്പോ എനിക്ക് ഒരാഗ്രഹം. അതായത് എനിക്ക് ഒരുപാട് വേദികൾ കവർ ചെയ്ത ഞാൻ ഏതെങ്കിലും ഒരു നല്ല വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ വേദിയിൽ വെച്ച് തന്നെ മരിക്കണേ എന്നാണ് എനിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയും എന്റെ ആഗ്രഹം. അതെ, വേദിയിൽ വെച്ച് മരിക്കണ്ട. വേദിയിൽ ഇങ്ങനെ വന്ന് നിന്നാ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ പ്രേക്ഷകര്, അവരെടുത്തോണ്ട് പോയി നല്ല ചതച്ചങ്ങ് കൊന്നോളും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുന്ന അന്തർനാളൊക്കെ അവര് വെളിയിലെടുക്കും. ആണല്ലേ? എല്ലാം വെളിയിലെടുക്കും. എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരുപാട് ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ചേച്ചി നല്ലൊരു സ്ത്രീയാണ് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഈ അടുത്ത വർഷത്തെ നാടകത്തിൽ ചേച്ചി ഒന്ന് അഭിനയിച്ച് എന്നെ രക്ഷപ്പെടുത്തി തരണം. എന്റെ ദൈവം, ഞാൻ അഭിനയിക്കാനോ? ഞാൻ അഭിനയമൊക്കെ നിർത്തിയോ? നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാടകത്തിലൊന്നും അങ്ങനെ അഭിനയിക്കാറില്ല, പ്രായമൊക്കെ ആയില്ലേ. സിനിമയിൽ മാത്രമേ ഉള്ളൂ ചേച്ചി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം,
ചേച്ചി ഞാൻ പറയുന്ന ഒരു സ്ഥലം വരെ വന്നിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞേച്ച് പോകണം. എന്ത് പറയണം? അതെന്ന് വെച്ചിട്ട് എന്റെ വീടിന്റെ അടുത്ത് ഒരു ഭ്രാന്താശുപത്രി ഉണ്ട്. അവിടെ വന്നിട്ട് പറയണം ഞാൻ ഇയാളോട് അഭിനയിച്ചിട്ടാണ്, ഇയാൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ 3 നേരം കറണ്ട് അടിപ്പിക്കണ കറണ്ടടി മാറ്റി ഗുളികയെ മാറ്റി തരും. പ്രാന്താണോ? ഇതൊക്കെ എല്ലാം ഒരു ടീമാണല്ലേ. അപ്പൊ വേറെ ഏതെങ്കിലും സിനിമാ നടിയുടെ അടുത്ത് പോയി പറയാല്ലേ? വേണ്ട, ഇയാളെ അങ്ങനെ വിടുന്നില്ല. ഇവിടെ ഞാൻ അല്ലാതെ എനിക്കറിയാം. അംഗീകരിച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി. അപ്പോൾ ചേച്ചി, ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് മമ്മൂക്ക നായകനായി എത്തുന്ന വൈറ്റ് ആണ്. അതുപോലെ ഇനി ഉടനെയുള്ള പ്രോജക്റ്റ് ഏതൊക്കെയാണ്? പാവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴ ചെയ്തൊരു പടമുണ്ട്. അതൊരു പുതിയ ഡയറക്ടറാണ്, അതുണ്ട്. പിന്നെ ചാക്കോച്ചൻ്റെ പടമുണ്ട്. പിന്നെ വളരെ അഭിമാനപൂർവ്വം വേറൊരു പടത്തിൻ്റെ കാര്യം പറയാം. അടൂർ സാറിൻ്റെ പടം. അടൂർ സാറിൻ്റെ പടമുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ എനിക്കിപ്പോൾ ഇവിടെ നിങ്ങളോടൊപ്പം വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു തോന്നല്, ഈ 2 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വ്യത്യസ്തമായ ചില ചിരിക്കാഴ്ചകളുമായി വീണ്ടും നമുക്ക് നാളെ കാണാം. തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു ബൈ.